ഷീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു അവോക്കാഡോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയാണ്. ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് അവോക്കാഡോ. ഇതിനെ ബട്ടർ ഫ്രൂട്ട് എന്നും പറയാറുണ്ട്. ഇത് കഴിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവോക്കാഡോ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ധാരാളം പൊട്ടാസ്യവും ഫോളിക് ആസിഡും അടങ്ങിയ ഒരു ഫ്രൂട്ടാണിത്. ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായും ഈ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് 2 അവോക്കാഡോ ഉണ്ട് കേട്ടോ. അതിൽ വലിയ അവോക്കാഡോ ആണ് നമുക്കിന്ന് മിൽക്ക് ഷേക്ക് അടിക്കാൻ എടുക്കുന്നത്. ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത അവോക്കാഡോ എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കയ്പുണ്ടാവും. ഇതിങ്ങനെ മുറിച്ചെടുക്കാം. പിന്നെ ഒന്ന് പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിന്റെ കുരു കളഞ്ഞിട്ട് ഇതൊരു സ്പൂൺ കൊണ്ടിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് വേണ്ടത് പാല്, 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തേൻ ആവശ്യത്തിന് എടുക്കാം. പിന്നെ കുറച്ച് കുതിർത്തിയ ബദാമും എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടി മാത്രം ഏലക്ക എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണൽ ആണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഏലക്ക. ചില ആളുകൾക്ക് അവോക്കാഡോയുടെ ടേസ്റ്റ് ഇഷ്ടാവില്ല, അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രം ഏലക്ക എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കാം. തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഫ്രീസ് ചെയ്ത പാൽ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ തേനിന് പകരം ഈന്തപ്പഴം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ ഇത്. ഇത് ഏകദേശം ഒരു 4 ഗ്ലാസ് ഷേക്ക് ഉണ്ടാവും കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായും അവോക്കാഡോ കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ അവോക്കാഡോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.